ആകാശത്തിന്റെ അതിരുകൾ ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും. ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ഭയക്കുന്ന ആ വിനാശകാരി 114 കൂടി ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു. ഇത് വെറുമൊരു ആയുധ കരാറല്ല, ഭാരതത്തെ ലോകത്തിന്റെ പ്രതിരോധ തലസ്ഥാനമാക്കി മാറ്റാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ മഹാ മാസ്റ്റർ പ്ലാൻ ആണ്. 3,400,000 രൂപയുടെ ഈ മെഗാ ഡീൽ ലോകത്തെ ഞെട്ടിക്കുന്നത് എന്തുകൊണ്ട്? എന്താണ് ഈ പുതിയ റഫാൽ കരാറിന്റെ പിന്നിൽ രഹസ്യങ്ങൾ? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുൻപ് 36 റഫാൽ വിമാനങ്ങൾ എത്തിച്ചപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിലും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ 114 വിമാനങ്ങൾ കൂടി വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി വീശിക്കഴിഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എടുത്ത ഈ തീരുമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ്. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഗെയിം ചേഞ്ചർ എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് അറിയാമോ? ഇതിൽ വെറും 18 വിമാനങ്ങൾ മാത്രമാണ് ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വരുന്നത്. ബാക്കി 96 വിമാനങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. അതെ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ ഹബ്ബാക്കി മാറ്റുകയാണ് മോദി സർക്കാർ. ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷൻ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായി കൈകോർക്കുമ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ആധുനികമായ വിമാന സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്യും. ഇനി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഭാരതം പ്രാപ്തമാകും. ഇത് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള വജ്രായുധമാണ്. എന്തുകൊണ്ട് ഇന്ത്യ വീണ്ടും റഫാൽ തന്നെ തിരഞ്ഞെടുത്തു? ഉത്തരം ലളിതമാണ്. ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. മെറ്റിയർ മിസൈലുകൾ ഉപയോഗിച്ച് 150 കിലോമീറ്റർ അകലെയാണ് ശത്രു വിമാനങ്ങളെ പോലും തകർക്കാൻ ഇതിന് സാധിക്കും. സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ ചാരമാക്കാൻ ഇതിന് സെക്കൻഡുകൾ മതി. ഹിമാലയൻ അതിർത്തിയിലെ അതിശൈത്യത്തിലും ലഡാക്കിലെ കഠിനമായ സാഹചര്യങ്ങളിലും റഫാൽ കാണിച്ച പ്രകടനം ചൈനയെ പോലും അത്ഭുതപ്പെടുത്തിയതാണ്. 88 സിംഗിൾ സീറ്റർ വിമാനങ്ങളും 26 പരിശീലന വിമാനങ്ങളും കൂടി എത്തുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി ഭാരതം മാറും. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ വിദേശ നയത്തിന്റെ ഫലമാണിത്. മാക്രോണുമായുള്ള ഊഷ്മളമായ ബന്ധം ഇത്രയും വലിയൊരു ഇടപാട് സുഗമമാക്കാൻ സഹായിച്ചു. അമേരിക്കയോടും റഷ്യയോടും ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഫ്രാൻസുമായുള്ള ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇന്ത്യയുടെ നയതന്ത്ര കരുത്താണ് വിളിച്ചോതുന്നത്. ലോകശക്തികൾക്കിടയിൽ ഇന്ത്യ ഇന്ന് വെറുമൊരു വിപണിയല്ല, മറിച്ചൊരു നിർമ്മാണ പങ്കാളിയാണ്. ചൈനയുടെ ഭീഷണികൾക്കും പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്കും മറുപടി നൽകാൻ ഇനി ഇന്ത്യക്ക് ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 114 റഫാൽ വിമാനങ്ങൾ കേവലം ഇരുമ്പ് കഷ്ണങ്ങളല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണവും ആധുനിക ഇന്ത്യയുടെ കരുത്തും ഒത്തുചേരുന്ന ഈ കരാർ വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാക്കും. ശത്രുക്കൾ ഭയപ്പെടട്ടെ, കാരണം ഭാരതം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു.